കോട്ടയം ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറി വ്യാപകമായ നാശനഷ്ടം. കടകളിലും പെട്രോൾ പമ്പുകളിലും അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിലെ ചെളി നീക്കം ചെയ്യാൻ പാടുപെടുകയാണ് വ്യാപാരികൾ. പലയിടത്തും റോഡ് ഗതാഗതം നിലച്ചു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഈ ഈരാറ്റുപേട്ടയിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അത്രയും മഴ ഇത്തവണ കെടുതി വിതച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? കോട്ടയത്ത് ഇത്തവണ മഴക്കെടുതി രൂക്ഷമാണ് എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഏതായാലും ഈരാറ്റുപേട്ടയിലാണ് രൂക്ഷമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായത്. പലയിടത്തും മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയും കടകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊണ്ടൂർ മുക്കാലടി പാലത്തിനടുത്താണ്. അതായത് ഈ മീനച്ചിലാറിന് കുറുകെയുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ നമുക്ക് കാണാവുന്നതാണ് വലിയ രീതിയിൽ ഈ മീനച്ചിലാറ്റിലൂടെ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ വന്ന് നിറയുകയും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിലടക്കം രാവിലെ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം മൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിന്ന് JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിറയുന്ന പ്ലാസ്റ്റിക് മാലിന്യം കോരി മറ്റൊരു ഭാഗത്തേക്ക് വിട്ടുകൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, വളരെ രൂക്ഷമായ രീതിയിലാണ് ഈ മാലിന്യം വന്ന് നിറയുന്നത്. അല്ല, വളരെ രൂക്ഷമായാണ്. അതായത് മുകളിൽ നിന്ന് വരുന്ന തീക്കോയി, വാഗമണ്ണ്, അടുക്കം മുതലായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഞങ്ങളുടെ പാലത്തിൽ വന്നടിയുവാണ്. ഇത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ പാലം കരകവിഞ്ഞൊഴുകുന്നത്. മാറ്റാൻ ഭയങ്കര ദുഷ്കരമല്ലയോ? മാറ്റം തോറും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും മറ്റുള്ള രീതിയിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ. ചേട്ടാ, ഇത് എപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഈ ഒരു പ്രശ്നം? കോട്ടയം ഈരാറ്റുപേട്ടയിലാണ് കടകളിൽ വ്യാപകമായി വെള്ളം കയറിയിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം, മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അത്രയും ദുരിതപ്പെയ്ത്താണ് ഇത്തവണ ഉണ്ടായത്. കനത്ത മഴയിൽ കടകളിലും പെട്രോൾ പമ്പുകളിലും അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിലെ ചെളി നീക്കം ചെയ്യാൻ പാടുപെടുകയാണ് വ്യാപാരികൾ. ഒപ്പം തന്നെ ഈ ശക്തമായ മഴയിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിനോടൊപ്പം വരുന്ന മാലിന്യങ്ങൾ അത് നീക്കം ചെയ്യുള്ള നടപടികൾ കൂടി അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പലയിടത്തും റോഡ് ഗതാഗതവും നിലച്ചിട്ടുണ്ട്. അതാണ് കോട്ടയം ഈരാറ്റുപേട്ടയിലെ ഒരു സാഹചര്യം.